സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ആദ്യമായിട്ടാണ് ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്, അതിൽ ജോയിൻ ചെയ്യുക. കൂടാതെ വീഡിയോയുടെ താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർബന്ധമായിട്ടും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക്, നിർദ്ദേശങ്ങൾക്ക്, ചോദ്യങ്ങൾക്ക്, സംശയങ്ങൾക്ക് മറുപടി അടുത്ത വീഡിയോയിൽ ഞാൻ തരുന്നതായിരിക്കും. ഇന്നലത്തെ വീഡിയോയിൽ വന്ന അഭിപ്രായങ്ങളുടെ മറുപടി ഇന്നത്തെ വീഡിയോയുടെ അവസാന ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ഗ്ലോബൽ മാർക്കറ്റ് നോക്കിക്കൊണ്ട് നമുക്ക് പോസ്റ്റ് മാർക്കറ്റ് ഡാറ്റയിലേക്ക് കടക്കാം. യു എസ് മാർക്കറ്റ് ഇപ്പോൾ ഒരു സമ്മിശ്ര പ്രതികരണമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മാർക്കറ്റ് ഓവറോൾ നോക്കുകയാണെങ്കിൽ ബെയറിഷ് ആണ്. ഡോ ജോൺസ് മാത്രം ഒരു 19 പോയിന്റ് ഗ്രീനിലാണ്, ബാക്കി രണ്ടും റെഡിലാണ്. യൂറോപ്യൻ മാർക്കറ്റ് ക്ലിയർലി ഓവറോൾ സെന്റിമെന്റ്സ് ബെയറിഷ് ആണ്, ഇൻട്രാഡേയിലും ബെയറിഷ് ആണ്. ഇനി ഏഷ്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ കംപ്ലീറ്റ് ഇൻഡെക്സും ഇന്ന് റെഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ബെയറിഷ് ആയിട്ടാണ്. ഓവറോൾ സെന്റിമെന്റ്സ് ബെയറിഷ് ആയിട്ടുണ്ട്. ഗിഫ്റ്റ് നിഫ്റ്റി 19,602 ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. 8 പോയിന്റ് റെഡിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആകെ തൈവാൻ വെയിറ്റഡ് മാത്രമാണ് 11 പോയിന്റ് ഗ്രീനിലുള്ളത്. ബാക്കിയെല്ലാം ഓവറോൾ വേൾഡ് മാർക്കറ്റ് അതിൻ്റെ ഒരു സെന്റിമെന്റ്സ് ബെയറിഷായി മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി എങ്ങനെ ഉണ്ടായിരുന്നു നോക്കാം. നിഫ്റ്റി ഇന്ന് 126 പോയിന്റ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. ഇൻട്രാഡേയിൽ 169 പോയിന്റ് അഥവാ 0.87% ഇൻട്രാഡേ മൂവ്മെന്റ് കിട്ടി. ഇന്ന് ഓപ്പണായ 19,545 നിന്നും 80 പോയിന്റ് മുകളിലായിട്ട് 19,624 മാർക്കറ്റ് ഇന്ന് ക്ലോസ് ആയിരിക്കുന്നത്. പക്ഷേ ഇന്നലത്തെ ക്ലോസിങ്ങിനേക്കാളും താഴെയാണ് ഇന്നത്തെ 46 പോയിന്റ് താഴെയായിട്ടാണ് ഇന്നത്തെ ക്ലോസിംഗ് വന്നിരിക്കുന്നത്. അതായത് ഒരു ബുള്ളിഷ് ആവാനുള്ള സിഗ്നൽസ് ഒന്നും തരുന്നില്ല എന്നർത്ഥം. BSE സെൻസെക്സ് നോക്കുകയാണെങ്കിൽ ഇന്ന് 392 പോയിന്റ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. 526 പോയിന്റ് അഥവാ 0.8% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ഓപ്പണായ 65,484 നിന്ന് 145 പോയിന്റ് മുകളിലായിട്ട് 65,629 മാർക്കറ്റ് ഇന്ന് ക്ലോസ് ആയിരിക്കുന്നത്. അതായത് ഇന്നലത്തെ ക്ലോസിംഗിന്റെ താഴെ തന്നെയാണ്, 248 പോയിന്റ് താഴെയായിട്ടാണ് ഇന്നത്തെ ക്ലോസിംഗ് വന്നിരിക്കുന്നത്. ഇന്ത്യ വിക്സ് അഥവാ വൊളാറ്റിലിറ്റി ഇൻഡെക്സ് 0.64% കുറയാണ് ചെയ്തത്. ഇന്നത്തെ ക്ലോസിംഗ് 10.9. ഇനി നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇന്ന് 272 പോയിന്റ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. 501 പോയിന്റ് അഥവാ 1.15% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ഓപ്പണായ 43,616 നിന്നും 138 പോയിന്റ് ലാഭത്തോടു കൂടി 43,754 ബാങ്ക് നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇന്നലത്തെ ക്ലോസിംഗിന്റെ താഴെയാണ് ഇന്നത്തെ ക്ലോസിംഗ് വന്നിരിക്കുന്നത്. ഫിൻ നിഫ്റ്റി ഇന്ന് 153 പോയിന്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. 237 പോയിന്റ് അഥവാ 1.21% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ഓപ്പണായ 19,533 നിന്ന് 76 പോയിന്റ് ലാഭത്തിൽ 19,610 മാർക്കറ്റ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ക്ലോസിംഗ് ഇന്നലത്തെ ക്ലോസിംഗിന്റെ താഴെയാണ്. ഇനി ക്രൂഡ് ഓയിൽ അത് നോക്കുകയാണെങ്കിൽ ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് $87.55 കുറഞ്ഞിട്ടുണ്ട്. ഇന്നലെ 88.21 ആയിരുന്നു, അത് കുറഞ്ഞിട്ടുണ്ട്. എന്തായാലും അത് ഇന്ത്യൻ രൂപയ്ക്ക് ഒരു ഗുണം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. ഗോൾഡ് റേറ്റ് യുദ്ധത്തിന്റെ ഭീതിയിൽ മുഴുവൻ പണക്കാരും പണം ഗോൾഡിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ $1,946 ഉണ്ടായിരുന്നു, $1,953.84 വർദ്ധിച്ചിട്ടുണ്ട്. USD INR റേറ്റ് ഒരു $1 83 രൂപ 24 പൈസയാണ്. ഇന്നലെ 83 രൂപ 26 പൈസ ഉണ്ടായിരുന്നത് കുറഞ്ഞിട്ടുണ്ട്, 83 രൂപ 24 പൈസയായി മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റ നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 10,102 കോടിയുടെ ബൈങ്ങും 11,195 കോടിയുടെ സെല്ലിംഗ് ആണ് നടത്തിയത്. ഇതുവഴി 1,093 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് അവർ കാഴ്ചവെച്ചത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 7,249 കോടിയുടെ ബൈങ്ങും 6,513 കോടിയുടെ സെല്ലിംഗും നടത്തിയത് വഴി 736 കോടി രൂപ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് പമ്പ് ചെയ്യുകയാണ് ചെയ്തത്. ഓൾ ടുഗദർ നോക്കുകയാണെങ്കിൽ 357 കോടി രൂപ മാർക്കറ്റിൽ നിന്നും പിൻവലിക്കപ്പെട്ടത് അല്ലെങ്കിൽ പുറത്തോട്ട് ഒഴുകിപ്പോയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. കഴിഞ്ഞ 5 ദിവസത്തെ ഡാറ്റ നോക്കുകയാണെങ്കിൽ ഇന്നലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. അതിന് മുൻപുള്ള 3 ദിവസം അവർ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. പണം മാർക്കറ്റിലേക്ക് ഇറക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇന്നലെ പിൻവലിച്ചു തുടങ്ങി. ഇന്നും മാർക്കറ്റിൽ വിഡ്രോവൽ തന്നെയാണ് നടന്നിട്ടുള്ളത്. സോ ഓവറോൾ മാർക്കറ്റ് ഈ മാസം നോക്കുകയാണെങ്കിൽ 15,638 കോടിയുടെ പിൻവലിക്കൽ അല്ലെങ്കിൽ വിഡ്രോവലാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നടത്തിയിരിക്കുന്നത്. അതേസമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 15,023 കോടിയുടെ നെറ്റ് ബൈയിങ് അല്ലെങ്കിൽ അവർ ഇൻവെസ്റ്റ്മെന്റ് ആണ് നടത്തിയിരിക്കുന്നത്. ഓൾ ടുഗദർ 615 കോടി രൂപ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നും പുറത്തേക്ക് ഒഴുകിപ്പോയിരിക്കുകയാണ് ഈ മാസം. പ്രധാനപ്പെട്ട സെക്ടറുകൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഓട്ടോ ഇന്ന് 0.5% ലാഭം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിഫ്റ്റി ഓട്ടോ, FMCG, മീഡിയ, ബാങ്ക് ഇത്രയും സെക്ടറുകൾ ഇന്ന്
ലാഭത്തിൽ അവസാനിച്ചപ്പോൾ IT, പ്രൈവറ്റ് ബാങ്ക്, നിഫ്റ്റി ബാങ്ക്, റിയാലിറ്റി, ഫാർമ, ഫിൻ സർവീസസ്, മെറ്റൽ ഇത്രയും സെക്ടറുകൾ നഷ്ടത്തിലാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി ETF നോക്കുകയാണെങ്കിൽ ഓട്ടോ ബീസ് ഇന്ന് 0.44% ഒരു വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗോൾഡ് ബീസ് 0.18% വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് 4 ETF-കളും ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് വരികയാണെങ്കിൽ ബജാജ് ഓട്ടോ ഇന്ന് ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 6.55% ലാഭമാണ് ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം ആസ്ട്രൽ ഹയസ്റ്റ് ലോസും രേഖപ്പെടുത്തിയിട്ടുണ്ട്. 5.93% നഷ്ടമാണ് അവർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബജാജ് ഓട്ടോ, ഹീറോ മോട്ടോർ കോർപ്പറേഷൻ, നെസ്ലെ ഇന്ത്യ, അൾട്രാടെക് സിമെന്റ്, പെർസിസ്റ്റന്റ്, REC ലിമിറ്റഡ്, ഇൻഡസ് ഇന്ത്യ ബാങ്ക്, ഹിന്ദ് പെട്രോ, ICICI, GI, PFC, സിപ്ല, ശ്രീറാം ഫിനാൻസ് ഇത്രയും സ്റ്റോക്കുകൾ ഇന്ന് ലാഭത്തിൽ അവസാനിച്ചപ്പോൾ ആസ്ട്രൽ, ബന്ധൻ ബാങ്ക്, വിപ്രോ, ചോല ഫിനാൻസ്, വേദാന്ത ലിമിറ്റഡ്, അറോ ഫാർമ, ടെക് മഹീന്ദ്ര, സൺഫാർമ, ജിന്ദാൽ സ്റ്റീൽ, NTPC, UPL, കൊമിൻസ് ഇന്ത്യ ഇത്രയും സ്റ്റോക്കുകൾ ഇന്ന് നഷ്ടത്തിലാണ് അവസാനിച്ചിരിക്കുന്നത്. NSEയിൽ നോക്കുകയാണെങ്കിൽ 991 സ്റ്റോക്കുകൾ ഇന്ന് അഡ്വാൻസ് ചെയ്തു അല്ലെങ്കിൽ ലാഭത്തിൽ അവസാനിപ്പിച്ചപ്പോൾ 1078 സ്റ്റോക്കുകൾ ഇന്ന് നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. PCR, നിഫ്റ്റിയുടെ PCR 0.95 ആയിട്ട് തുടരുകയാണ്. ഇന്നലെയും സൈഡ് വൈസ് ആയിരുന്നു, ഇന്നും അത് സൈഡ് വൈസ് ആണ് എന്ന് തന്നെയാണ് നമ്മളോട് പറയുന്നത്. 19,625 സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് 4 പോയിന്റ് താഴെയായിട്ട് 19,620 ഫ്യൂച്ചറിന്റെ ട്രേഡിംഗ് നടക്കുന്നത്. ഫ്യൂച്ചറിന്റെ ഇന്നത്തെ പ്രൈസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 5 ദിവസത്തേക്കാളും താഴെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ PCR 0.76 ആണ്. കുറേ ദിവസങ്ങളിലായിട്ട് ബെയറിഷ് അല്ലെങ്കിൽ സൈഡ് വൈസ് എന്ന രീതിയിലാണ് ബാങ്ക് നിഫ്റ്റിയുടെ പുട്ട് കോൾ റേഷ്യോ പോകുന്നത്. 43,755 സ്പോട്ട് പ്രൈസ് ട്രേഡിംഗ് നടക്കുമ്പോൾ അവിടെ നിന്ന് 87 പോയിന്റ് മാത്രം മുകളിൽ 43,842 ഫ്യൂച്ചറിന്റെ ട്രേഡിംഗ് നടക്കുന്നത്. ഫ്യൂച്ചറിന്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 5 ദിവസത്തേക്കാളും താഴെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഫ്യൂച്ചറിൻ്റെയും സ്പോട്ടിൻ്റെയും തമ്മിലുള്ള ഡിഫറൻസ് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം എക്സ്പയറി ഇനി ഒരു 7 ദിവസം മാത്രമേ ഉള്ളൂ, അതിൻ്റെ ഇടയിൽ 6 ദിവസമേ ഉള്ളൂ, അതിനകത്ത് ഒരു ലീവും വരുന്നുണ്ട്. ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ 19,500 ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നിട്ടുള്ളത്. ഇവിടെ പുട്ട് റേറ്റ് ചെയ്തിട്ട് 74 ലക്ഷം പുട്ടാണ് റേറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് അടുത്ത ആഴ്ച ഡാറ്റയാണ്. ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറി ആയിരുന്നു, സോ ഇന്നത്തെ ഡാറ്റ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അതേപോലെ ഇവിടെ ഹയസ്റ്റ് റെസിസ്റ്റൻസ് വരുന്നത് 19,800 ഇവിടെ 72 ലക്ഷം കോളാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മാർക്കറ്റ് ഈ ഒരാഴ്ച 19,500 800 ഇടയിൽ കിടന്ന് നീങ്ങി പോകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നത് 44,000 ഇവിടെ 26 ലക്ഷം കോളാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത്. സപ്പോർട്ട് ലൈൻ നോക്കുകയാണെങ്കിൽ താഴോട്ട് കാര്യമായ സപ്പോർട്ട് ലൈൻ ഒന്നും എവിടെയും കാണുന്നില്ല. റെസിസ്റ്റൻസ് തന്നെയാണ്. 44,000 മുകളിലോട്ട് മാർക്കറ്റ് പോകുമോ എന്നുള്ളത് മാത്രമാണ് ചോദ്യം. ഇവിടെ 98 ലക്ഷം കോളും 1,05,00,000 പുട്ടുമാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത്. PCR വരുന്നത് 1.1 ആണ്. 43,754 മാർക്കറ്റ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഫിൻ നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ 19,750 ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് വന്ന് കിടക്കുന്നത്. അവിടെ 23 ലക്ഷം കോളാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത്. ഓൾ ടുഗദർ 1,12,00,000 കോളും 91 ലക്ഷം പുട്ടുമാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത്. PCR വരുന്ന 0.8 ആണ്. 19,610 മാർക്കറ്റ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. മിഡ് ക്യാപ്പിന്റെ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നത് 9,200 തന്നെയാണ്. 62 ലക്ഷം കോളും 44 ലക്ഷം പുട്ടുമാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത്. 0.7 ആണ് PCR. 9,065 മാർക്കറ്റ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നാളെ വരാനുള്ള മേജർ ഈവൻറ്റ്സ് നോക്കുകയാണെങ്കിൽ നാളെ JSW ഈവൻറ്റ്സ് അല്ല സോറി റിസൾട്ട് വരുന്ന കമ്പനികൾ നോക്കുകയാണെങ്കിൽ JSW സ്റ്റീല്, ദെൻ ഹിന്ദുസ്ഥാൻ സിങ്ക് ലിമിറ്റഡ്, JSW എനർജി, 197 കമ്മ്യൂണിക്കേഷൻ, CG പവർ ആൻഡ് ഇൻഡസ്ട്രിയൽ സൊല്യൂഷൻസ്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, L&T ഫിനാൻസ്, പൂനാവാല ഫിൻകോർപ്പ്, ക്രെഡിറ്റ് ആക്സസ് ഗ്രാമീൺ ലിമിറ്റഡ്, ലോറസ് ലാബ്സ്, കജേറിയ സെറാമിക്സ്, അതുൽ ലിമിറ്റഡ്, തേജസ് നെറ്റ്വർക്ക്സ്, ഓതം ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ്, സെഞ്ചുറി ടെക്സ്റ്റൈൽസ് ആൻഡ് ഇൻഡസ്ട്രീസ്, ദ ജമ്മു ആൻഡ് കാശ്മീർ ബാങ്ക്, എലിക്കോൺ എഞ്ചിനീയറിംഗ് കമ്പനി, KFin ടെക്നോളജീസ്, ഗ്ലെൻമാർക്ക് ലൈഫ് സയൻസ്, സൺടെക് റിയാലിറ്റി, ജസ്റ്റ് ഡയൽ, CSB ബാങ്ക്, ഇക്ര ലിമിറ്റഡ്, ലോയിഡ്സ് എഞ്ചിനീയറിംഗ് വർക്ക്സ്, സ്റ്റൈറനിക്സ് പെർഫോമൻസ് മെറ്റീരിയൽസ്, ബട്ടർഫ്ലൈ, ഗന്ധിമതി അപ്ലയൻസസ്. എനിക്ക് തോന്നുന്നു ഇതൊക്കെ പെന്നി സ്റ്റോക്സ് അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ടതല്ലാത്ത സ്റ്റോക്കുകളാണ് എന്ന് തോന്നുന്നു.
ഒരുപാട് കമ്പനികൾ ഇനി നാളെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നുണ്ട്. പ്രധാനപ്പെട്ട കമ്പനികളെല്ലാം തന്നെ ഞാൻ വായിച്ചു കഴിഞ്ഞു. ഒത്തിരി കമ്പനികളുണ്ട്. അപ്പോൾ വായിച്ചിട്ട് ഒരുപാട് നിങ്ങളുടെ സമയം കളയണ്ട എന്ന് തോന്നുന്നു. കാരണം 22 രൂപയും 10 രൂപയും 35 പൈസയൊക്കെ വിലയുള്ള സ്റ്റോക്കുകളാണ്. ഇനി നമുക്ക് കോർപ്പറേറ്റ് ആക്ഷൻസ് അടുത്ത വ്യാഴാഴ്ചത്തേക്കൊന്നും ലിസ്റ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഈവൻറ്റ്സ് നോക്കാം. നാളെ വരാനുള്ള ഈവൻറ്റ്സ് നോക്കുകയാണെങ്കിൽ ജപ്പാൻ നാഷണൽ സ്കോർ CPI, ദെൻ ചൈന PBOC ലോൺ പ്രൈം റേറ്റ്, UK റീറ്റെയിൽ സെയിൽസ്, ജർമ്മൻ PPI, ഇന്ത്യ RBI MPC മീറ്റിംഗ് മിനിറ്റ്സ്, US ബേക്കർ ഹ്യൂഗ്സ് ഓയിൽ റിഗ് കൗണ്ട്. ഇതിൽ ഇന്ത്യൻ ഇവന്റ് ഉണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കുക. ദെൻ ഇത്രയും ഇവന്റുകളാണ് നാളത്തേക്ക് വരാനുള്ളത്. ഇനി ഞങ്ങളുടെ ട്രേഡ് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇന്ന് 6307 രൂപയുടെ പ്രോഫിറ്റാണ് എടുത്തിരിക്കുന്നത്. അതായത് 6 ലക്ഷം രൂപ ക്യാപിറ്റൽ ഉപയോഗിച്ച് 1% പ്രോഫിറ്റാണ് ഇന്ന് ബുക്ക് ചെയ്തിരിക്കുന്നത്. റിസ്ക് റിവാർഡ് റേഷ്യോ 1:1.74 അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നല്ലൊരു കാര്യം തന്നെയാണ്. 13 ട്രേഡിൽ നിന്നാണ് ഈ ഒരു പ്രോഫിറ്റ് എടുത്തിരിക്കുന്നത്. നിഫ്റ്റി ഇന്ന് പ്രോഫിറ്റിലാണ്, 2.4% പ്രോഫിറ്റ് ഉണ്ട്. ദെൻ ബാങ്ക് നിഫ്റ്റി 3.2% ഉണ്ട്. ഫിൻ നിഫ്റ്റി 1.3% ഉണ്ട്. മിഡ് ക്യാപ്പ് ഇന്ന് 1.3% ലോസ് ആണ് വന്നിരിക്കുന്നത്. സെൻസെക്സ് ഇന്ന് 3.8% പ്രോഫിറ്റ് ഉണ്ട്. സ്റ്റോക്ക് ഓപ്ഷൻസിൽ ഇന്ന് 3.2% ലോസ് ആണ് വന്നിരിക്കുന്നത്. എന്തായാലും മന്ത്ലി ലെവല് നോക്കുകയാണെങ്കിൽ നമുക്ക് 34,900, അതായത് 35%-ന്റെ 5%-ന്റെ പ്രോഫിറ്റാണ് നമ്മൾ ഇതുവരെ എടുത്തിരിക്കുന്നത് 201 ട്രേഡിൽ നിന്നും. റിസ്ക് റിവാർഡ് 1:1.21 എന്ന രീതിയിൽ നമുക്ക് റിസ്ക് റിവാർഡ് റേഷ്യോ അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. നിഫ്റ്റി ഇതുവരെ നോക്കുകയാണെങ്കിൽ 2% പ്രോഫിറ്റ് ലോസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി 3.4% ലോസിലാണ്. ഫിൻ നിഫ്റ്റി 5.8% പ്രോഫിറ്റിലാണ്. മിഡ് ക്യാപ്പ് 5.7% പ്രോഫിറ്റിലാണ്. സെൻസെക്സ് ഇപ്പോൾ ഒരു ബ്രേക്ക് ഈവൻ ആവുന്നുണ്ട്. അതായത് 0.26% മാത്രം ലോസിലാണ് ഇപ്പോൾ ഉള്ളത്. അത് അടുത്ത ദിവസം തന്നെ റിക്കവറി ആയി പ്രോഫിറ്റിലേക്ക് വരും. മാസം അവസാനം എന്തായാലും ഇതെല്ലാം തന്നെ ഗ്രീനിലേക്ക് എത്തും എന്നുള്ളത് ഒരു ഉറപ്പാണ്. അത് വേറൊരു രീതിയിലും വെറുതെ എഴുതി വിടുന്നതല്ല, കൃത്യമായിട്ടും ബാക്ക് എൻഡിൽ ആൾക്കാർ മോണിറ്റർ ചെയ്ത് പോകുന്ന ഒരു സിസ്റ്റമാണിത്. ഇതിനെക്കുറിച്ച് എന്തിനാണ് പേപ്പർ ട്രേഡ് കാണിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. കാരണം ഞങ്ങളുടെ ആ ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മനസ്സിലാവുന്നുണ്ടാവും. പുറത്തുള്ളവർക്ക് നോക്കുമ്പോൾ ഇതെന്തിനാണ് ഈ പേപ്പർ ട്രേഡ് വെറുതെ എന്തൊക്കെയോ കാണിക്കുന്നത് എന്തിനാണെന്നുള്ളൊരു തോന്നലുണ്ടാവും. നിങ്ങൾ ആ ലൂപ്പിനകത്ത് വന്ന് പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുകയും ചെയ്യും. എന്തായാലും സ്റ്റോക്ക് ഓപ്ഷൻസ് 29.1% പ്രോഫിറ്റായിട്ട് സൂപ്പറായിട്ട് നിൽക്കുന്നുണ്ട്. മറ്റുള്ള ഇൻഡെക്സുകൾ ഇപ്പം ഹയസ്റ്റ് വന്നിരിക്കുന്നത് ഫിൻ നിഫ്റ്റിയാണ്, 5.8% ആണ്. അതേപോലെ നിഫ്റ്റി മിഡ് ക്യാപ്പ് 5.7% പ്രോഫിറ്റ് ഉണ്ട്. ഇത് ഓരോ ഇൻഡെക്സും നമ്മൾ 1 ലക്ഷം രൂപ ഉപയോഗിച്ച് ഓൾ ടുഗദർ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു 6 ലക്ഷം രൂപയുടെ ഒരു ക്യാപിറ്റൽ എന്ന രീതിയിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. റാസ് ലെവൽസ് മാർക്കറ്റിൽ എങ്ങനെ പെർഫോം ചെയ്തു എന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ അഡീഷണൽ റാസ് ലെവൽസ് ഇന്ന് നിഫ്റ്റിയിൽ വരക്കേണ്ടത്. ഇന്നലെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ രീതിയിലല്ല ഇന്ന് മാർക്കറ്റ് പോയത്. സ്വാഭാവികമായിട്ടും അത് മാർക്കറ്റ് ഒരു ബെയറിഷ് മൂവ്മെന്റ് ആണ്. പക്ഷേ ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിൽ ബുള്ളിഷ് മൂവ് ആണ് നമുക്കിന്ന് തന്നത്. അതുകൊണ്ട് തന്നെ ഇന്നലെ പ്രതീക്ഷിച്ച രീതിയിൽ ട്രേഡ് നോക്കി നിന്നവർക്ക് ചിലപ്പോൾ ട്രേഡ് കിട്ടിയിട്ടുണ്ടാവാൻ സാധ്യതയില്ല. കാരണം ഒരു ബെയറിഷ് മൂവ്മെന്റ് വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ താഴെ നിന്നിട്ട് മുകളിലോട്ട് വരും എന്ന കാര്യം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ ഇവിടെ ഇന്ന് ഡേ ലോ വരും എന്ന ലൈനിൽ നിന്നും മാർക്കറ്റ് നേരെ യെസ്റ്റർഡേ ലോ വരെ കയറി വരുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ദെൻ അഡീഷണൽ റാസ് ലെവൽസ് നോക്കുകയാണെങ്കിൽ വളരെ അക്യുറേറ്റ് ആയിട്ട് അത് മാർക്കറ്റ് റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിലും ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിൽ തിരിച്ച് ഗ്യാപ് ഫില്ല് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടത്. ഗ്യാപ് ഫില്ലിംഗ് അല്ല, ശരിക്കും നമ്മുടെ നോ ട്രേഡ് സോണിന്റെ അടുത്ത് വരെ പോയിട്ടുണ്ട്. ദെൻ ഫിൻ നിഫ്റ്റിയിലാണെങ്കിലും അത് തന്നെയാണ് അവസ്ഥ. നമ്മുടെ റേഞ്ചിന്റെ പുറത്താണ് ട്രേഡിംഗ് നടന്നത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അത്രയേ ഉള്ളൂ കാര്യം. റേഞ്ചിന്റെ പുറത്താണ് ട്രേഡിംഗ് നടന്നത്. ഇന്ന് ലോ വരും എന്ന് കരുതിയിരുന്ന ആ ലെവൽ മുതൽ യെസ്റ്റർഡേ ആക്ച്വൽ ലോ വരെ ഉള്ള ഒരു മൂവ്മെന്റ് ആണ് സെൻസെക്സിലും കിട്ടിയത്. മിഡ് ക്യാപ്പിലും നേരെ തിരിച്ചല്ല, അത് മിഡ് ക്യാപ്പിലും ആ രീതിയിൽ തന്നെയാണ് കിട്ടിയത്. പക്ഷേ മിഡ് ക്യാപ്പിൽ റേഞ്ചിനകത്തായിരുന്നു നമുക്ക് ട്രേഡ് കിട്ടിയത്. ഇനി ഓവറോൾ ഒരു സെന്റിമെന്റ്സ് നോക്കുകയാണെങ്കിൽ നാളെ ഫ്രൈഡേ ആണ്. ഇന്ന് വീക്കിലി എക്സ്പയറി ആയിരുന്നു നിഫ്റ്റിയുടെ. മാർക്കറ്റ് ഇവിടെ ഒരു ബെയറിഷ് മൂവ്മെന്റ് തന്നെയാണ് തന്നിട്ടുള്ളത്. ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്നും ഇന്നത്തെ ക്ലോസിംഗ് നോക്കുകയാണെങ്കിൽ ബെയറിഷ് തന്നെയാണ് മൂവ്മെന്റ്, ബുള്ളിഷ് ഒന്നും അല്ല. അപ്പോൾ എന്തായാലും മാർക്കറ്റ് ഇവിടെ ഇപ്പോൾ ഉള്ളത് നോ ട്രേഡ് സോണിലാണ്. ഇവിടുന്ന് എങ്ങോട്ടും അതിന് പോകാനുള്ള ഒരു ഫ്രീഡം ഉണ്ട്. സോ മാർക്കറ്റ് മുകളിലോട്ടോ താഴോട്ടോ എന്നുള്ളത് മാർക്കറ്റിന് തീരുമാനിക്കാൻ പറ്റും. ഈ ഒരു സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു നോ ട്രേഡ് സോൺ ആണ്. അതിൽ നിന്നും എങ്ങോട്ടെങ്കിലും ബ്രേക്ക് ഔട്ട് ചെയ്ത് മുകളിലോട്ട് കയറുകയാണെങ്കിൽ പിന്നെ മാർക്കറ്റ് മുകളിലോട്ട് തന്നെ പോകും. അതല്ലെങ്കിൽ താഴോട്ട് വരാനാണെങ്കിൽ ഇവിടുന്ന് കട്ട് ചെയ്ത് താഴെ ഇറങ്ങി കഴിഞ്ഞാൽ താഴോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. ഇതാണ് ഈ നോ ട്രേഡ് സോണിന്റെ ഒരു പ്രത്യേകത.
ദെൻ ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിലും മറിച്ചുള്ള സംഭവം നോ ട്രേഡ് സോണിലെ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് തിരിച്ചിറങ്ങിയതാണ്. സോ ഫർദർ ഫോളോ തന്നെയാണ് നമുക്കിവിടെ പ്രതീക്ഷിക്കേണ്ടത്. ഫിൻ നിഫ്റ്റിയും അത് തന്നെയാണ്, വലിയ സംഭവങ്ങളൊന്നുമില്ല. ഇനി മിഡ് ക്യാപ്പിലേക്ക് വരികയാണെങ്കിൽ മിഡ് ക്യാപ്പിൽ ചെറിയ ചില സിഗ്നലുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. മാർക്കറ്റ് ഒരു പക്ഷേ ഇനി കത്തിക്കയറി പോകാനുള്ള ഒരു സാധ്യത കാണിക്കുന്നത്. ഇവിടെ ഒരു കുരിശ് വരച്ച് തന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ ഫർദർ നെക്സ്റ്റ് വരേണ്ടത് ഈ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ അതേ രീതിയിലുള്ള ഒരു ക്യാൻഡിൽ ഇവിടെ വരികയാണ് വേണ്ടത്. വലിയൊരു ക്യാൻഡിൽ ഇതിൻ്റെ അതേ രീതിയിലുള്ള ഒരു ക്യാൻഡിൽ അടുത്തത് വരണം. ഇതിൻ്റെ മുകളിലായിട്ട്, ഇന്നത്തെ ക്ലോസിങ്ങിൻ്റെ മുകളിലായിട്ട് ഗ്രീൻ ക്യാൻഡിൽ ഓപ്പൺ ആയിട്ട് മുകളിലോട്ട് പോകണം. അതാണ് അതിൻ്റെ ഒരു രീതി. അങ്ങനെയാണ് വരേണ്ടത്. അങ്ങനെയാണെങ്കിൽ ആ മാർക്കറ്റ്, അതായത് മിഡ് ക്യാപ്പ് ബ്രേക്ക് ഔട്ട് ആണ് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. അതായത് നാളത്തെ ക്യാൻഡിൽ വന്നിട്ട് അടുത്ത ക്യാൻഡിൽ ഇതിൻ്റെ മുകളിൽ ഇവിടെ ഒരു ചെറിയ ക്യാൻഡിൽ വരണം ഗ്രീൻ. അങ്ങനെയാണെങ്കിൽ അത് ബ്രേക്ക് ഔട്ട് ആണ്. പിന്നെ അത് മുകളിലോട്ട് കയറി അങ്ങ് പോയിക്കോളും. പക്ഷേ ഈ മാസത്തേക്കുള്ള റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 94-13 വരെയാണ് പീക്ക് ഉള്ളത്. സോ ഈ മാസം 30-ാം തീയതി ആവും. ഇനി കുറച്ച് ട്രേഡിംഗ് ഡേയ്സ് അല്ലേ ഉള്ളൂ. അപ്പോൾ ആ സമയം ആകുമ്പോഴത്തേനും ഇത് മാർക്കറ്റ് ഇവിടെ എത്തും, 9400 വരെ എത്തും എന്ന് പ്രതീക്ഷിക്കുക. ഇപ്പോൾ 9000-ലാണ് ഉള്ളത്. ഒരു 400 പോയിന്റ് മിഡ് ക്യാപ്പിൽ കയറാന്ന് പറഞ്ഞാൽ 13% ഇപ്പോൾ ഒരു 10 ദിവസം കൊണ്ട് 13% ഒരു ഗ്രോത്ത് തരും എന്നുള്ളത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നോക്കാം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. ദെൻ സെൻസെക്സ് നോക്കുകയാണെങ്കിലും അത് ഒരു ബെയറിഷ് മൂവ് തന്നെ തന്നിട്ടുണ്ട്. ഫർദർ നമുക്ക് നോക്കാം ലൈവ് മാർക്കറ്റിൽ ഇത് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് എന്ന്. നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ വന്ന കമൻസ് നോക്കാം. ഇന്നലത്തെ വീഡിയോ 18-ാം തീയതി ഒക്ടോബർ 18-ന്റെ വീഡിയോ 1100 പേരാണ് കണ്ടിട്ടുള്ളത്. ഇവിടെ 22 കമൻറ്റുകൾ വന്നിട്ടുണ്ട്. അദാനി എന്റർപ്രൈസ് സ്റ്റോക്ക് ഓപ്ഷൻസ് ട്രേഡിങ്ങിന് നല്ലതാണോ എന്ന് ഒന്ന് അനലൈസ് ചെയ്യാമോ? റോയ്ബിൻ ക്ലെമന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇൻട്രാഡേയിൽ താഴേക്ക് മുകളിലേക്ക് മൂവ്മെന്റ് കാണിക്കുന്ന സ്റ്റോക്കാണിത് എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് നോക്കുന്നതിട്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാം. ഇന്ന് ഞാൻ പ്രോഫിറ്റ് അടിച്ചു 3 lakh ഒരു സിംഗിൾ എൻട്രി. 3 ലക്ഷം രൂപ സിംഗിൾ എൻട്രി ആണെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ച് ക്യാപിറ്റൽ എത്രയാണ് എന്നറിയാൻ ആഗ്രഹമുണ്ട്. കാരണം അത്ര ഹ്യൂജ് ആയിട്ടുള്ള ഒരു പൊസിഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതും മറ്റൊരു സംഭവമാണ്. കാരണം മാർക്കറ്റിൽ അത്ര വലിയ മൂവ്മെൻ്റ് ഒന്നും ഇന്നലെ ഉണ്ടായിരുന്നില്ല. സോ ഇതെങ്ങനെ അച്ചീവ് ചെയ്തു എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലൊരു കാര്യമായിരുന്നു. ഇവിടെ അതാരായിരുന്നു? അർജുൻ 98. ഓക്കെ, RVP 8687 താങ്ക് യു. ആൻഡ് മഹി സ്റ്റാർ ബ്ലോഗ്സ് ലൈവ് മാർക്കറ്റ് ടൈം ലെവൽ ഒന്ന് പറയണേ. ലൈവ് മാർക്കറ്റ് ടൈം ലെവൽ ഒന്ന് പറയണമേ. എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ട്രാം ട്രാവൽ മലയാളം താങ്ക് യു. ആബിദ് മാതമംഗലം താങ്ക് യു. ആൻഡ് AJ ഷോർട്സ് താങ്ക് യു. KPC നവാസ് ഇവിടെ എന്താ? പ്ലീസ് ടെൽ മീ അബൌട്ട് തിരുമലൈ കെമിക്കൽസ് ചമ്പൽ ഫെർട്ടിലൈസേഴ്സ്. മുമ്പ് ഞാൻ ഈ സ്റ്റോക്കുകൾ നോക്കിയതായിരുന്നു. എനിക്ക് വ്യക്തമായിട്ട് അതിന് മറുപടി പറയാൻ ഉള്ള ഒരു നോളജ് ഇപ്പോൾ ഇല്ല. കാരണം ഞാൻ അത് ഫോളോ ചെയ്യാത്തൊരു സ്റ്റോക്കാണ്. സ്റ്റോക്കുകൾ ഞാനിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കൂടാതെ ഞാൻ സ്റ്റോക്കുകൾ ഫോളോ ചെയ്യുന്ന ഒരാളല്ല, ഞാനൊരു ഓപ്ഷൻ ട്രേഡറാണ്. അപ്പോൾ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ കുറേ കൂടി നല്ലതായിരുന്നു. നിഷാദ് പറഞ്ഞിരിക്കുന്ന BNF 43300. ഓക്കെ, അടിപൊളി. മുഹമ്മദ് അഫ്സൽ പറഞ്ഞ ഹായ്ക്ക താങ്ക് യു. ഹായ് തിങ്കർ പ്രോ താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഇത്രയാണ് കമൻറ്റുകൾ ഉള്ളത്. ഇതിനകത്ത് നിങ്ങൾ എന്താ പറയുക, ഒരു ഇമ്പോർട്ടൻ്റ് ആയ കമൻറ്റുകൾ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിന് കാരണം മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയാൽ വളരെ നല്ലതായിരുന്നു. അപ്പോൾ അതിൽ മറുപടി പറയുമ്പോൾ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. ഓൾറൈറ്റ്, അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയാണുള്ളത്. കൂടുതൽ വിശേഷങ്ങളും വാർത്തകളും ഒക്കെ ആയിട്ട് നമുക്ക് നാളെ കണ്ടുമുട്ടാം. നാളെ ഒരു വീക്കെൻഡാണ്. നാളെ മാർക്കറ്റ് നാളെ കഴിഞ്ഞാൽ പിന്നെ തിങ്കളാഴ്ച ചൊവ്വാഴ്ച അവധിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത ആഴ്ചയിൽ 4 ട്രേഡിംഗ് ഡേയ്സ് ആണ് നമുക്ക് കിട്ടുക. ഓൾറൈറ്റ്, അപ്പോൾ എല്ലാവരോടും ഗുഡ് നൈറ്റ് ആൻഡ് താങ്ക് യു.